ഹലോ. നമ്മളിത് കാസിങ്ങിനായിട്ട് ഇറങ്ങിട്ടോ. നമുക്കൊന്ന് ഇങ്ങോട്ട് നോക്കിയാലോ. നമ്മളിന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നമ്മൾ വന്നാടെ തന്നെ കാസിങ്ങൊക്കെ തുടങ്ങി. കാസിങ് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയേട്ടാ. ആ സ്ട്രൈക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രോ കറക്റ്റ് എടുക്കുന്നില്ല കേട്ടാ. പുറകെ വന്ന് അടിച്ചോണ്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഫ്രോ കറക്റ്റായിട്ട് എടുക്കുന്നില്ല. നമ്മളവിടെ തന്നെ വീണ്ടും എറിഞ്ഞേട്ടാ. വീണ്ടും എറിഞ്ഞപ്പോൾ തന്നെ അവൻ പിന്നെയും വന്ന് സ്ട്രൈക്ക് ചെയ്ത് ചെറിയ മീനാണെന്ന് തോന്നുന്നു. അവൻ കറക്റ്റായിട്ട് ഫ്രോ എടുക്കുന്നില്ല കേട്ടാ. അവൻ ആ സ്പിന്നറായിട്ട് വന്ന് അടിച്ചോണ്ടേ ഇരിക്കുക. അത് നമ്മളവിടെ വീണ്ടും കണ്ടിട്ട് പിന്നെ സൈക്കിൾ കിട്ടിയില്ല കേട്ടോ. നമ്മൾ നേരെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറും കേട്ടോ. നമ്മളിവിടെ നടന്നങ്ങ് എറിയാന്നോർത്തിരിക്കുക. അങ്ങനെ നമ്മൾ നടന്നാണ് ഇവിടെ എത്തിയടാ. ഇവിടെ ആൾത്താമസം എന്ന സ്ഥലമാണ്. ഇത് നല്ലൊരു കാടൊക്കെ പിടിച്ച് കിടക്കും. ഇപ്പോൾ അത്യാവശ്യം മരമൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ അകത്തുനിന്ന് ചെറിയൊരു സ്ഥലം കണ്ടപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അവിടെ പറ്റിയില്ല. എന്തായാലും നമ്മൾ എറിഞ്ഞ് നോക്കിയതാണ്. അങ്ങനെ നമ്മുടെ ഏട്ടാ അപ്പുറത്ത് ഫ്രോഗ് ഇറങ്ങി അവിടെ ഉടക്കം ചെയ്തു പോലെ. ഞാൻ അപ്പുറം എന്തൊരു വേണം കേട്ടോ ഫ്രോഗൊക്കെ എടുത്തൂടെ. അങ്ങനെ നമ്മൾ ഫ്രോഗൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും അവിടെ കാസ്റ്റ് ചെയ്തിട്ടോ. അവിടെ കാസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ തൊട്ടൊരു സൈഡിലൊരു കാക്കയിരിക്കും നമ്മൾ കണ്ടു കേട്ടോ. ഒരു ചെറിയ കാക്ക കുഞ്ഞായിരുന്നു. കാക്കയുടെ സൗണ്ട് നല്ലൊരു കേൾക്കണമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ ഒരു കാക്കനെ കൊണ്ടായിരുന്നു. ഭാഗ്യം കാക്കനും തിരക്ക് കൊത്തായിരുന്നു. അതായത് നമ്മൾ അവിടെ ഓപ്പോസിറ്റ് വീടുകളിലോട്ട് കയറി തുടങ്ങി കേട്ടോ. ഇവിടെ അത്യാവശ്യം ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും മീനൊന്നും സ്ട്രൈക്കില്ല. എന്തായാലും നമ്മൾ കുറേ നേരം എറിഞ്ഞ് നോക്കി കേട്ടോ. മീനൊന്നും സ്ട്രൈക്ക് ചെയ്തൊന്നുമില്ല. മീനൊന്നും സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറിയൊക്കെ വെച്ചേട്ടാ. അപ്പോഴാണ് നമ്മൾ ഈ എണ്ണപ്പനയുടെ ഇവിടെ വളർന്ന് ഇഷ്ടപ്പെടുന്ന നിൽപ്പുണ്ട്. നമ്മൾ അതൊക്കെ നോക്കി നേരെ അപ്പുറത്തോട്ട് പോകട്ടോ. ഇവിടെ അത്യാവശ്യം ഇരുട്ടൊക്കെ വീണ് കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം പേടിയൊക്കെ തോന്നും കേട്ടോ. അത്യാവശ്യം ആൾ കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് പേടിയും കാര്യങ്ങളൊക്കെ തോന്നും. ഇവിടെ ഈ മരത്തെ മൊത്തം പക്ഷിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് പേടിയാവും. നമ്മളതുകൊണ്ട് ആദ്യം നേരം നിന്നില്ല. നമ്മളവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറിയിട്ടാ. അത് നമ്മൾ ആദ്യം നിന്നെടുത്തോട്ട് വന്നിട്ടാ. നമുക്ക് ആദ്യം സ്ട്രൈക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ വീണ്ടും വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ സ്ട്രൈക്ക് പിന്നെ കിട്ടി. നമ്മൾ ഹുക്കപ്പ് എടുത്ത് നോക്കി അതിലേക്ക് അവൻ ഫ്രോഗ് എടുത്തിട്ട് അവിടെ അവനും മിസ്സായി കേട്ടോ. നമ്മളത് കഴിഞ്ഞ് അവിടെ കുറേ നേരം കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടാതെ നമ്മൾ നേരെ വീട്ടിൽ പോയേക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈട്ടും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നേരെ വീട്ടിൽ പോയേക്കുന്നത് വെച്ചതുകൊണ്ട്. അപ്പോൾ നമുക്കൊന്നും മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.